കോഴിക്കോട് കൂത്താളിയിൽ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. പത്മാവതിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ മകൻ ലിനീഷ് പോലീസ് കസ്റ്റഡിയിൽ. അനിൽക്ക സെയ്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിൽക്ക, മകനാണോ അമ്മയുടെ കൊലപാതകത്തിന് പിന്നിൽ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ഓഗസ്റ്റ് 5-നായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് കൂത്താളിയിൽ വീട്ടമ്മ മരിച്ച സംഭവത്തിലാണ് നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. കൂത്താളി സ്വദേശി തൈപ്പറമ്പിൽ പത്മാവതി അമ്മയുടെ മരണകാരണം മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക സ്രവത്തെ തുടർന്നാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ മകൻ ലിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 5-നായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മദ്യപിച്ച് വീട്ടിലെത്തിയ ലിനീഷ് പത്മാവതി അമ്മയുമായി വാക്കുതർക്കം ഉണ്ടാകുകയായിരുന്നു. ഈ സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ട വാക്തർക്കത്തിൽ പ്രകോപിതനായ ലിനീഷ് അമ്മയെ കാൽമുറ്റുകൊണ്ട് നെറ്റിക്കും വാരിലിനും ശക്തമായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിലുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുശേഷം ഈ മർദ്ദനത്തിന് ശേഷം ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് ഈ പത്മാവതി അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പേരാമ്പ്രയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഈ പത്മാവതി മരണപ്പെടുകയും ചെയ്തത്. ഇതേ തുടർന്ന് നാട്ടുകാർ തുടക്കത്തിൽ തന്നെ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നു. ഈ പ്രതി ലിനീഷിനെ കൂടുതൽ ചോദ്യം ചെയ്ത സമയത്താണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ലിനീഷ് പേരാമ്പ്ര പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. നിലവിൽ ശക്തമായിട്ടുള്ള മർദ്ദനത്തെ തുടർന്നുണ്ടായിട്ടുള്ള ആന്തരിക സ്രവത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പത്മാവതി അമ്മ മരിക്കാൻ കാരണമായിട്ടുള്ളത്. പ്രതിയെ പേരാമ്പ്ര ബ്യൂറോ ചീഫ്